വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ടേസ്റ്റ്. നമുക്ക് അരമണിക്കൂർ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനതവിടെ മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊള്ളിക്കാനുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് തക്കാളി, ചുവന്നുള്ളി കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ്. ചുവന്നുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ തക്കാളിയും ചുവന്നുള്ളിയൊക്കെ ഇടുക. ജസ്റ്റ് ഒന്ന് വഴറ്റാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. തക്കാളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്രയും മസാലകൾ ചേർത്തിട്ട് നന്നായി ഇളക്കി മൊരിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ തലപ്പാലാണ് എടുത്തിട്ടുള്ളത്. തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്കത് സിമ്മിലിട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കത് സിമ്മിലിട്ടിട്ട് ഗ്രേവി ആക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇലയിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. 2 അല്ലെങ്കിൽ 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെ കാല അതിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് പൊതിയാം. ഇല പൊട്ടാതെ വേണം പൊതിയാനായിട്ട്. ജസ്റ്റ് അത് കെട്ടാൻ പറ്റുന്നവർ അത് കെട്ടിവെക്കുക. ഞാനിവിടെ കെട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് അത് പൊതിഞ്ഞതിന് ശേഷം കമത്തി വെക്കുകയാണ്. ഫസ്റ്റ് കമത്തി വെച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്, പൊള്ളിക്കുന്നത്. അത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അടപ്പ് ലിഡ് വെച്ചിട്ട് ഞാനത് നല്ല ടൈറ്റായിട്ട് ഞാനിങ്ങനെ മൂടി വെക്കുകയാണ് കേട്ടോ, പ്രസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഓരോ പീസ് ഇട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. BDF റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് BDF. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചിക്കൻ പൊള്ളിച്ചത് തുറന്ന് നോക്കാൻ പോവുകയാണ്. നല്ല ചൂടോടെ ഇങ്ങനെ ആവി പറക്കുന്ന ചിക്കൻ പൊള്ളിച്ചതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ക്രിസ്മസിന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ പൊള്ളിച്ചതും പിന്നെ BDFഉം. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് പുതിയ വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.